നമസ്കാരം. ഇറാനിലെ ആധ്യാത്മിക ആചാര്യൻ 3 പതിറ്റാണ്ടോളം ഇറാനെ കൈപ്പിടിയിലൊതുക്കി ഏറെക്കുറെ സ്വേച്ഛാധിപതിയെ പോലെ ഇറാൻ ജനതയെ ഭരിച്ച ശ്രീ അയത്തുള്ള ഖമൈനി കൊല്ലപ്പെട്ടു. 86 വയസ്സുള്ള ഇറാനിയൻ ഭരണാധികാരി കൊല്ലപ്പെട്ടപ്പോൾ ഇറാനിൽ ജനങ്ങൾ തിരിവിലിറങ്ങി ആഹ്ലാദം പങ്കുവയ്ക്കുന്നുവെന്ന് പറയുന്നിടത്ത് നമുക്ക് വായിച്ചെടുക്കാൻ ഒരുപാടുണ്ട്. ഗ്രീസ് ഷിയ ഇസ്ലാമിസത്തിന്റെ കീഴിൽ നിന്ന് ഇറാൻ ജനത അണുവിടം മാറാൻ ഒട്ടും അനുവദിക്കാതിരുന്ന ഈ പരമോന്നത അധികാരിയുടെ ആശയങ്ങളും ആവശ്യങ്ങളും അയൽ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് മാത്രമല്ല സ്വന്തം രാജ്യത്തിലെ പുതിയ തലമുറയ്ക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. സത്യത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ഇറാനെതിരെ തിരിഞ്ഞത് തന്നെ ഖമൈനിയെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അങ്ങനെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ സദാം ഹുസൈനും ബിൻ ലാദനും ശേഷം ഇപ്പോഴിതാ അയത്തുള്ള ഖമൈനിയും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അവരുടെ താല്പര്യങ്ങൾക്ക് എന്നും വിലങ്ങുതടിയായി നിന്ന ഇന്റർനാഷണൽ ബാരിയർ മാറിക്കെട്ടി. ഇനി അമേരിക്കയുടെ അടുത്ത നീക്കം ഇറാൻ ജനതയിൽ ഒരു ഭരണപരമായ അട്ടിമറി എന്ന ആശയം ഇൻജക്ട് ചെയ്യുക എന്നതായിരിക്കും. കാരണം കഴിഞ്ഞ നാളുകളിലെ ഇറാനിയൻ ആഭ്യന്തര കലാപ സമയത്തൊക്കെ 5000-ലധികം ജനങ്ങളെയാണ് ഖമൈനിയുടെ ഭരണം കൊന്നുതള്ളിയത്. ജനങ്ങളുടെ ഖമൈനി വിരുദ്ധ ദേശീയ വികാരങ്ങളെ ആളിക്കത്തിച്ച് അവരെ തെരുവിലിറക്കി ഇറാനിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള സർക്കാരിനെ സ്ഥാപിക്കുക എന്നതിന് യോജിച്ച രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അമേരിക്ക ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഖമൈനിയും അതുപോലെ തന്നെ മുൻനിര നേതാക്കളും യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടത്? പല കാരണങ്ങളുണ്ട്. അതിലൊന്നിതാണ് ഖമൈനിയുടെ ഓഫീസിൽ തന്നെ ഇറാനിയൻ വംശജരായ മോസഡിചാരന്മാരുണ്ടായിരുന്നു. 2, കുറെ നാളുകളായിട്ട് ഖമൈനി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാര സംഘടനകളുടെ നിരീക്ഷണത്തിലായിരുന്നു. അതായത് ഖമൈനിയുടെ വസതിയിൽ ഏത് ഓഫീസിൽ ഏത് റൂമിൽ ആരോട് സംസാരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മൊസാദിന്റെ ഓഫീസിലും അതേസമയം തന്നെ വൈറ്റ് ഹൗസിലും എത്തിയിരുന്നു. ശ്രീ ഖമൈനിയുടെ മരണത്തിൽ ദുഃഖിക്കുന്നവർ തെരുവിലിറങ്ങി വിലപിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ മറുവശത്ത് വലിയ ആഘോഷങ്ങളും ഡാൻസും ഒക്കെ നടത്തി സന്തോഷം പങ്കുവയ്ക്കുന്ന ജനങ്ങളെയും കാണാൻ കഴിയും. ഒരു യുവതി തന്റെ കത്തിച്ച സിഗരറ്റ് കൊണ്ട് ഖമൈനിയുടെ ചിത്രം ബേൺ ചെയ്യുന്നതിന്റെ വീഡിയോ ഇപ്പോൾ ഇന്റർനാഷണലി വൈറലായിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരതയെ സ്പ്രെഡ് ചെയ്യുന്നതിൽ ഖമൈനിയുടെ കീഴിലുള്ള ഇറാനിയൻ ഭരണകൂടത്തിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ആഗോള ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമാണ് ഈ യുദ്ധമെന്ന് ട്രംപും അനുകൂലികളും വാദിക്കുമ്പോൾ അമേരിക്കയിൽ തന്നെ ഈ യുദ്ധത്തിനെതിരായ ഒരു ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രംപിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് അടുത്ത ഭാഗത്ത് പറയാം.